ജീവിതത്തിൽ വളരെ സന്തോഷകരമായിട്ടുള്ള 3 കാര്യങ്ങളാണ് സംഭവിച്ചത്. ഒന്ന്, ഞങ്ങളുടെ 2 പിള്ളേർ മിന്നും ആര്യനും. പിന്നെ മൂന്നാമതെന്ന് പറയുന്നത് ഈ വീടാണ്. ഞങ്ങൾ ഏതാണ്ട് 10 വർഷമായിട്ട് വാടകയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത്, ഞാനും രേവതിയും. രേവതിക്ക് പലപ്പോഴും ട്രാൻസ്ഫർ വന്നുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിച്ച് എവിടെയെങ്കിലും ഒരിടത്തൊന്ന് സെറ്റിൽ ആവണം. അതെങ്ങനെ വേണം എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമായൊരു ധാരണയുണ്ടായിരുന്നു. ട്രോപ്പിക്കൽ ടൈപ്പിലുള്ളൊരു വീടായിരുന്നു താല്പര്യം. അപ്പോൾ ഞങ്ങൾ ഒത്തിരി നാൾ ഇതിൻ്റെ പുറകെ ഒരു ഹോംവർക്കൊക്കെ ചെയ്തു, ഒത്തിരി റെഫറൻസ് എടുത്തു. ആ റെഫറൻസ് എല്ലാം കൂടി കൂട്ടി അതിലേറ്റവും ബെസ്റ്റ് നോക്കിയിട്ട് റിയയെ ഞങ്ങൾ കോൺടാക്ട് ചെയ്തു. റിയയോട് ഞാൻ കാര്യം സംസാരിക്കുമ്പോൾ എൻ്റെയും റിയയുടെയൊക്കെ ടേസ്റ്റ് ഏതാണ്ട് സിമിലറാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഡിസൈൻ കാര്യങ്ങളെല്ലാം റിയയ്ക്ക് കൊടുത്തു. റിയ സൈറ്റ് വന്ന് കണ്ടു. റിയ അത് കണ്ടിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഞങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് അതിനേക്കാളും ബെറ്ററായിട്ട് ഞങ്ങൾക്ക് ആ വീട് ഡിസൈൻ ചെയ്ത് തന്നു. വെൽക്കം ബാക്ക് ടു അൺലിമിറ്റഡ് ടെയിൽസ്. ഞാൻ ആർക്കിടെക്ട് റിയ ചുങ്കത്ത്, ലീനിയർ ട്രെയിൽസ് ആർക്കിടെക്ചർ സ്റ്റുഡിയോ, എറണാകുളം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തിക്കടുത്ത് ഞങ്ങൾ വളരെ റീസെൻ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത വളരെ അടിപൊളി സിമ്പിൾ ആയിട്ടുള്ള ഒരു വീടിനെ പറ്റിയാണ്. ഈ ഒരു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ അൺലിമിറ്റഡ് ടെയിൽസിൻ്റെ യൂട്യൂബ് ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഫോളോ ചെയ്യണം. ഞങ്ങളുടെ എല്ലാ വീഡിയോയ്ക്കും നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും തുടരണം. 8 സെൻറ്റിൽ ഏകദേശം 1900 സ്ക്വയർ ഫീറ്റിൽ ഫിനിഷ് ചെയ്ത ഒരു വീടാണ്. ഈ ഒരു വീടിൻ്റെ ഫ്ലോർ ഏരിയ ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. നമ്മൾ അഡീഷണൽ ആയിട്ട് അതിൻ്റെ കാർ പോർച്ചും അതിൻ്റെ കോർട്ട്യാർഡും എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഒരു 2200-2300 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീടിൻ്റെ കംപ്ലീറ്റ് ബിൽഡപ്പ് ഏരിയ വരുന്നത്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ സ്വപ്നങ്ങളോടും ബഡ്ജറ്റിനോടും ചേർന്ന് നിൽക്കുന്ന ഒരു വീടാണത്. ഏകദേശം 50 ലക്ഷം രൂപയോളമാണ് നമ്മൾ ഈ വീട് ഫിനിഷ് ചെയ്തപ്പോൾ ആയത്. ഈ വീടിൻ്റെ പ്രത്യേകതകളെ പറ്റി പറയുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ വീടിൻ്റെ ക്ലയൻസിനെ പറ്റി പറയണം. അതായത് ഈ വീട്ടിലുള്ളത് ഓണറായ കിഷോറും രേവതിയുമാണ്. അവർക്ക് 2 മക്കളുണ്ട്. കൂടെ അച്ഛനും അമ്മയും താമസിക്കുന്നുണ്ട്. കിഷോർ എന്ന് പറയുന്നത് പുള്ളിക്കാരൻ ഒരു ക്രിയേറ്റീവ് ഫീൽഡ്, അതായത് മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. രേവതി ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥയാണ്. ഈ ക്ലയൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ സ്പെസിഫിക് ആയിട്ട് സ്റ്റഡി ചെയ്ത് എനിക്ക് എന്തൊക്കെ സ്പേസുകൾ വേണം, ഏത് രീതിയിലുള്ള വീട് വേണം, എല്ലാ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോയിന്റ്സ് നോട്ട് ചെയ്തിട്ടാണ് ആൾ എന്നെ സമീപിച്ചത്. അത് മാത്രമല്ല, ഈ ഒരു വീടിൻ്റെ ഓരോ എലമെൻറ്റ് ഡിസൈൻ ചെയ്യാൻ, അതായത് പുറത്തെ എക്സ്റ്റീരിയർ ആവട്ടെ, ഇൻറ്റീരിയറിൽ യൂസ് ചെയ്യുന്ന ഓരോ കളർ ടോൺ ആവട്ടെ, അതിൻ്റെ ഫ്ലോറിംഗ് ആവട്ടെ, എന്താണെങ്കിലും വളരെ സ്പെസിഫിക് ആയിട്ടാണ് നമ്മളോട് ഓരോ പോയിൻറ്റ്സും പറഞ്ഞത്. ആളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് അധികം ഇൻറ്റീരിയർ ചെയ്തു എന്ന് പുറമേ നിന്ന് നോക്കുമ്പോൾ തോന്നരുത്, പക്ഷേ വളരെ സിമ്പിളായിട്ട് ഇൻറ്റീരിയേഴ്സ് ഫീൽ ചെയ്യണം. അറ്റ് ദ സെയിം ടൈം നല്ല പച്ചപ്പ് വേണം, വീടിനകത്തിരിക്കുമ്പോൾ തന്നെ ആ ഒരു ഗ്രീനറി ഫീൽ ചെയ്യണം, ഒരു കോർട്ട്യാർഡ് വേണം, ഒരു ഓപ്പൺ പ്ലാനിങ് ആയിരിക്കണം. ഇതൊക്കെയായിരുന്നു ആളുടെ ആദ്യത്തെ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് വളരെ കൃത്യമായ ആ ഒരു ഡിസൈൻ പ്രോസസ്സ് വളരെ എളുപ്പമാക്കുന്ന രീതിയിലായിരുന്നു നമ്മുടെ ഈ ഒരു ത്രൂ ഔട്ട് ഈ വീട് ഫിനിഷ് ചെയ്യുന്ന വരെയുള്ള ജേർണി. റോഡിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ഈ വീടിന് വളരെ വലിയൊരു മാസ് തോന്നുന്ന രീതിയിലാണ് നമ്മളിത് ഡിസൈൻ ചെയ്തേക്കുന്നത്. ട്രോപ്പിക്കൽ സ്റ്റൈൽ എന്ന് വേണമെങ്കിൽ പറയാം, ട്രഡീഷണൽ കണ്ടംപററി മിക്സ് ചെയ്തിട്ടുള്ള സ്റ്റൈൽ എന്ന് പറയാം, ഫ്യൂഷൻ സ്റ്റൈൽ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പല രീതിയിലുള്ള എലമെൻറ്റ്സ് ഉപയോഗിച്ച് ഒരു വിശാലത തോന്നുന്ന രീതിയിലാണ് ഇതിൻ്റെ എലിവേഷൻ ഡിസൈൻ ചെയ്തേക്കുന്നത്. നമ്മൾ ഒരു വശത്ത് നോക്കുമ്പോൾ നമുക്ക് ആ ഫ്ലാറ്റ് റൂഫ് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അതിൻ്റെ താഴെ നമുക്ക് ബ്രിക്ക് വർക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഇപ്പുറത്തായിട്ട് ഒരു ബോക്സ് വർക്കും അതിൻ്റെ മുകളിലായിട്ട് പല തട്ടിലുള്ള സ്ലോപ്പിംഗ് റൂഫും നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം കൂടിച്ചേർന്നാണ് ഈ ഒരു വീടിൻ്റെ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഡിസൈൻ കംപ്ലീറ്റ് ആവുന്നത്. റോഡിൽ നിന്ന് കൃത്യമായി കാർ പോർച്ചിലേക്ക് ലീഡ് ചെയ്യുന്ന പോലെയാണ് ഈ ഒരു സ്പേസ്. അതായത് കറക്റ്റ് സ്പേസ് യൂട്ടിലൈസേഷന് വേണ്ടി നമ്മൾ സ്ലൈഡിങ് ഗേറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു കാർ പോർച്ചിലേക്കുള്ള എൻട്രി ഡിസൈൻ ചെയ്തേക്കുന്നത്.
ഈ സ്ലൈഡിങ് ഗേറ്റ് എന്ന് പറയുന്നത് നമ്മൾ GI ഉപയോഗിച്ചിട്ടാണ് ഈ ഗേറ്റ് നമ്മൾ ചെയ്തേക്കുന്നത്. അതിന് ഒരു ബ്ലാക്ക് എലമെൻറ്റ് കൊടുത്ത് പ്രൊജക്റ്റ് ചെയ്യാത്ത രീതിയിൽ വളരെ കമ്പോസ്ഡ് ആയിട്ട് മിനിമലായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഗേറ്റും നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഈ ഒരു GI പൈപ്പിൻ്റെ കണ്ടിന്യൂറ്റി നമുക്ക് ഡിസൈനിൻ്റെ ഓരോ എലമെൻറ്റ്സിലും നമുക്ക് കാണാൻ പറ്റും. earthly കളർ ടോൺസ്, അതായത് ഗ്രേ, വൈറ്റും ടെറാക്കോട്ട കളേഴ്സും ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് എലിവേഷൻ്റെ ഓരോ ഭാഗത്തായിട്ടും നമ്മൾ നൽകിയിട്ടുള്ളത്. എലിവേഷൻ്റെ മെയിൻ എലമെൻ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന സ്ലോപ്പിംഗ് റൂഫ് കൊടുത്തേക്കുന്ന കാർപോച്ച് തന്നെയാണ്. ഈ ഒരു കാർപോച്ച് തന്നെയാണ് ഈ ഒരു വീടിൻ്റെ ആ ഒരു ഫോം തന്നെ കൊണ്ടുവരുന്നത്. അപ്പോൾ നേരെ നമ്മൾ റോഡിൽ നിന്ന് കാണുന്നത് തന്നെ ഈ സ്ലോപ്ഡ് റൂഫായിട്ടുള്ള കാർപോച്ച് തന്നെയാണ്. കാർപോച്ചിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ സപ്പോർട്ട് സ്ട്രക്ചർ കൊടുത്തേക്കുന്നത് GIയിലാണ്. അത് ഒരു V ഷേപ്പിലാണ് ആ ഒരു സ്ട്രക്ചർ കൊടുത്തേക്കുന്നത്. ഈ കാർപോച്ചിൻ്റെ നേരെ സൈഡിലായിട്ട് തന്നെയാണ് നമ്മുടെ സിറ്റ് ഔട്ട് കൊടുത്തേക്കുന്നത്. ഈ സൈഡിൽ നിന്ന് നമ്മൾ സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗത്തായിട്ട് നമ്മളൊരു ഷൂ റാക്കും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് സീറ്റിംഗ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഈ സിറ്റ് ഔട്ടിൻ്റെ മുകൾ ഭാഗത്തായിട്ട് എലിവേഷൻ്റെ ഭാഗമായി തന്നെ ഒരു ടെറസ് ഗാർഡൻ ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടെയും ഗ്രീനറിയൊക്കെ വളരാനുണ്ട്. നമ്മൾ ചെടികളെല്ലാം പ്ലാന്റർ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെയും കഴിയുമ്പോൾ ആ ഒരു സ്പേസ്, അതായത് ആ റൂഫ് മുഴുവനും ഒരു ഗ്രീൻ ക്രീപ്പേഴ്സ് നിറഞ്ഞ് ഫ്ലവേഴ്സൊക്കെ ആയിട്ടുള്ളൊരു കംപ്ലീറ്റ്ലി ഗ്രീൻ ആയിട്ടുള്ള ഒരു ടെറസായിട്ടത് മാറും. അപ്പോൾ ആ ഒരു എലമെൻ്റ് ആക്ച്വലി കുറച്ച് ചൂട് കുറയ്ക്കാനും ഈ ഒരു സ്പേസിന് ആ ഒരു തണുപ്പ് നിലനിർത്താനും ഒക്കെ സഹായിക്കും. എലിവേഷൻ്റെ ഈ ഭാഗത്തായിട്ട് നമുക്ക് 2 ലെവൽസിലാണ് റൂഫ് സ്ലോപ്പിംഗ് റൂഫായിട്ട് ചെയ്തേക്കുന്നത്. അത് 2 ലെവലിൽ നമ്മൾ തട്ട് വാർത്ത് അതുപോലെ തന്നെ അതിൻ്റെ മുകളിലാണ് ട്രസ് റൂഫ് ചെയ്തിട്ട് ഈ റൂഫിംഗ് മാംഗ്ലൂർ ടൈൽസ് വെച്ചിട്ടുള്ള ഈ റൂഫിംഗ് നമ്മൾ ചെയ്തേക്കുന്നത്. ഈ ഒരു വീടിൻ്റെ ഈ ഒരു പ്ലോട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ആരും പറയത്തില്ല ഇതൊരു 8 സെൻറ്റിൽ പ്ലാൻ ചെയ്തേക്കുന്ന വീടാണെന്ന്. അതായത് നമ്മൾ വീട് ബാക്കിലോട്ട് തള്ളി 5 സെൻറ്റിൽ നിൽക്കുന്ന പോലെയാണ് വീട് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ബാക്കിയുള്ള മുഴുവൻ പോർഷനും നമ്മൾ ലാൻഡ്സ്കേപ്പിനായിട്ടാണ് മാറ്റി വെച്ചേക്കുന്നത്. ലാൻഡ്സ്കേപ്പ് നമ്മൾ 2 തട്ടുകളിലായിട്ടാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അതായത് ഈ ഡ്രൈവേ നമ്മൾ വലിയ നാച്ചുറൽ സ്റ്റോൺസ്, അതിൻ്റെ ഇടയിൽ നമ്മൾ ഗ്രാസ് കൊടുത്തിട്ടാണ് ഈ ഒരു ഡ്രൈവേ പ്ലാൻ ചെയ്തേക്കുന്നത്. ഇപ്പുറത്തൊരു ലെവൽ ഡൗൺ ചെയ്തിട്ട് ഇവിടെ കോബിൾ സ്റ്റോൺസ് ആണ് നമ്മൾ വിരിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ ഗ്രീനറി തോന്നുന്ന രീതിയിൽ ബോർഡറിൽ നമ്മൾ ഹെലിക്കോണിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 മരങ്ങളും ഇവിടെ നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിൽക്കുന്ന മാവ് നമ്മൾ 3 മാസമായിട്ടുള്ള വീട് മാറ്റമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴേ അതൊക്കെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വളരെ ഭംഗിയിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് വീട്ടുകാർക്ക് തന്നെ അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടി വരും. ഈ ഒരു ലെവൽ ഡിഫറൻസ് കൊടുത്തതുകൊണ്ട് നമുക്ക് പിള്ളേർക്കാണെങ്കിൽ രാത്രിയാണെങ്കിലും അല്ലെങ്കിൽ വൈകിട്ടാണെങ്കിലും ഓടിക്കളിക്കാനും സൈക്കിൾ ഓടിക്കാനും ഒക്കെ പറ്റിയൊരു സ്പേസ് ആയിട്ടാണ് ഈ ഒരു ഏരിയ നമ്മൾ ചെയ്തേക്കുന്നത്. എലിവേഷനിൽ കാണുന്ന ആ ഒരു ടെറാക്കോട്ട എലമെൻറ്റ് നമുക്ക് കണ്ടിന്യൂഷൻ ഫീൽ ചെയ്യാനായിട്ട് നമ്മളിത് ഈ കോമ്പൗണ്ട് വാളിലും ഇതുപോലെ ജാളി ഡീറ്റെയിൽ, ടെറാക്കോട്ട ജാളി ഡീറ്റെയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ട് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ മെയിൻ ഡോർ തുറക്കുമ്പോൾ കാണുന്നത് തന്നെ ഒരു നീളത്തിലുള്ളൊരു ഫോയർ സ്പേസ് ആണ്. ഇങ്ങനെ ഒരു ഫോയർ സ്പേസ് ഇവിടെ ഡിസൈൻ ചെയ്യാൻ 2 കാരണങ്ങളുണ്ട്. ഈ വീട്ടിലെ ഗൃഹനാഥൻ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. സോ അദ്ദേഹത്തിൻ്റെ വർക്ക് സ്റ്റേഷൻ അല്ലെങ്കിൽ വർക്ക് സ്പേസ് ആണ് ഒരു സൈഡിലായിട്ട് കാണുന്നത്. അപ്പോൾ പുറത്തുനിന്നൊരു ക്ലയൻറ്റ് വരുവാണെങ്കിൽ വീടിൻ്റെ മറ്റ് ഭാഗങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെ നമുക്ക് ഈ ഒരു വർക്ക് സ്പേസിലേക്ക് പോകാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഫോയർ സ്പേസിൻ്റെ ഒരു ഭാഗം അങ്ങനെയാക്കി മാറ്റിയിരിക്കുന്നത്. എൻ്റെ ഈ ഭാഗത്തായിട്ട് കാണുന്നത് വീടിൻ്റെ മറ്റ് ഏരിയാസ് മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു സ്പേസിൽ നിന്ന് കാണാൻ പറ്റും. മെയിൻ ഡോർ തുറന്നു നോക്കുമ്പോൾ തന്നെ ഒരു പ്രൈവസിക്ക് വേണ്ടി നമ്മളിവിടെ ഒരു പാർട്ടിഷൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഓപ്പൺ രീതിയിലാണ് ഈ വീടിൻ്റെ പ്ലാൻ വരച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രൈവസിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു പാർട്ടിഷൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു ചെറിയ ഫോയർ സ്പേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ എന്തെങ്കിലും സാധനങ്ങളോ അല്ലെങ്കിൽ ഒരു കൺജഷൻ ഫീൽ ചെയ്യാതിരിക്കാനായിട്ട് ഇതൊരു മൂവബിൾ പാർട്ടിഷനായിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് മൂവ് ചെയ്യാൻ പറ്റും. താഴെ നമ്മൾ വീൽസ് ഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു സൈഡിലായിട്ട് നമ്മൾ ഹിഞ്ചസും കൊടുത്തിട്ടുണ്ട്. സോ ആർക്ക് വേണമെങ്കിലും വളരെ എളുപ്പത്തിൽ നമുക്കിത് മൂവ് ചെയ്ത് ഒരു ഭാഗത്തായിട്ട് ഇത് വെക്കാൻ പറ്റും. ഇൻ കേസ് നമുക്കിത് മൂവ് ചെയ്യാതെ ഒരു സ്ട്രോങ് ആയിട്ട് നിർത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കിലായിട്ട് ഒരു ടവർ ബോൾട്ടും കൊടുത്തിട്ടുണ്ട്. സോ പെട്ടെന്ന് ഒരാൾക്ക് വരുമ്പോൾ അത് മൂവ് ചെയ്യാതിരിക്കാനും നമ്മൾ അങ്ങനെ ഒരു സംവിധാനം നൽകിയിട്ടുണ്ട്.
ഫോയർ സ്പേസിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയുമ്പോഴാണ് നമ്മുടെ ലിവിങ് സ്പേസ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ വിശാലമായാണ് ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതൊരു റൂമായിട്ട് നമ്മൾ തിരിച്ചിട്ടില്ല. ഈ ഒരു സ്പേസിൽ നിന്ന് നമുക്ക് വീടിൻ്റെ എല്ലാ ഭാഗത്തേക്കും കാണുന്ന രീതിയിലാണ് ഈ ഒരു സ്പേസ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതൊരു ഓപ്പൺ പ്ലാനിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ലിവിങ് റൂമിൽ നിന്ന് ഈ വീട്ടിലെ പല ഇമ്പോർട്ടൻ്റ് ഏരിയാസിലേക്കുള്ള വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഈ ഒരു ടി വി ഏരിയ, ഒരു സൈഡിൽ നമ്മൾ ടി വി ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അതിൻ്റെ 2 വശങ്ങളിലായിട്ട് നമ്മൾ വലിയ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ആ വിൻഡോസ് പുറത്തേക്ക് നല്ല വ്യൂ കൊടുക്കുന്നുണ്ട്. അതായത് ആര് നമ്മൾ ഗേറ്റിൻ്റെ അവിടെ വന്നാൽ പോലും അവിടെ നിന്ന് ഈ ഒരു ലിവിങ് ഏരിയയിൽ നിന്ന് നമുക്കത് വ്യക്തമായി കാണാൻ പറ്റും. ഒരു സൈഡിൽ നമ്മുടെ സീറ്റിംഗ് ഏരിയയുടെ തൊട്ട് ചേർന്നൊരു ബേ വിൻഡോയും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ബേ വിൻഡോ വ്യൂ ചെയ്യുന്നത് ഈ വീട്ടിലെ വേറെ ഒരു ഹൈലൈറ്റ് ഏരിയയിലേക്കാണ്. ആ ഏരിയനെ പറ്റി ഞാൻ പിന്നെ ഡിസ്കസ് ചെയ്യാം. ലിവിങ് റൂമിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എൻ്റെ ബാക്കിൽ കാണുന്ന ആ വലിയ ഹൈലൈറ്റ് വാള് തന്നെയാണ്. ആ ഒരു ഹൈലൈറ്റ് വാളിൻ്റെ ഭാഗമായി ബ്ലൂവിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് വരുന്ന രീതിയിലാണ് നമ്മൾ അവിടുത്തെ ഫർണിച്ചറിൻ്റെ ഫാബ്രിക്സ് ആണെങ്കിലും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാളിൻ്റെ നേരെ മുകളിലായിട്ട് സ്ലാബ് ലെവലിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ഇലോങ്ങേറ്റഡ് റിബൺ വിൻഡോയും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരേ സമയം ആ റോട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു പ്രൈവസിക്ക് വേണ്ടിയും അറ്റ് ദ സെയിം ടൈം നമുക്കൊരു നല്ലൊരു ലൈറ്റ് കിട്ടാനും വേണ്ടിയാണ് അങ്ങനെ ഒരു റിബൺ വിൻഡോ നമ്മൾ കൊടുത്തേക്കുന്നത്. ആ ഒരു വിൻഡോ എലിവേഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ലിവിങ് റൂമിൻ്റെയും ഫോയർ സ്പേസിൻ്റെയും ആ ഒരു ട്രാൻസിഷൻ സ്പേസിലാണ് നമ്മൾ പൂജാ സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ പൂജാ സ്പേസിനോട് തൊട്ട് ചേർന്നാണ് ഈ ഒരു ഡൈനിങ് ഏരിയയും നമ്മൾ കാണുന്നത്. ഇതെല്ലാം ഓപ്പൺ പ്ലാനിങ് ആയതുകൊണ്ട് തന്നെ എല്ലാ സ്പേസിൽ നിന്നും ഓരോ സ്പേസും കാണാവുന്ന രീതിയിൽ തന്നെയാണ് ഇതെല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഡൈനിങ്ങിൽ നമുക്കൊരു 6 പേർക്ക് ഇരിക്കാൻ പാകത്തിനുള്ള ഒരു ഡൈനിങ് ടേബിളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിന്ന് നോക്കുന്ന ഒരു വലിയ കോർട്ട്യാർഡാണ്. അതുതന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ലിവിങ് റൂമിൽ നിന്നും നമുക്ക് ആ ഒരു കോർട്ട്യാർഡിലേക്ക് നല്ലൊരു വ്യൂ ഉണ്ട്. എല്ലാ സമയവും നമുക്ക് ഈ ഒരു കോർട്ട്യാർഡിൻ്റെ ഡോറ് തുറന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കാറ്റാണ്. അതേസമയം നമ്മൾ നേച്ചറിനകത്തിരിക്കുന്ന ഈ വീടിനകത്തിരിക്കുമ്പോൾ പോലും മഴയാണെങ്കിലും വെയിലാണെങ്കിലും കാറ്റാണെങ്കിലും വീടിനകത്തിരുന്നുകൊണ്ട് തന്നെ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും. ഞങ്ങൾക്കൊരു ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. ആ ബഡ്ജറ്റിനകത്ത് നിൽക്കണം. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അടയ്ക്കാൻ പറ്റണം ആ ഒരു എമൗണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അത് ഡിസ്കസ് ചെയ്തു. എന്നിട്ട് അത് റിയയോട് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്ത് റിയ ആ ബഡ്ജറ്റിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് ആ വീട് ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും ബെറ്ററായിട്ട് ചെയ്തു തന്നു. ഞങ്ങൾക്ക് ലൈറ്റിങ്ങിൻ്റെ കാര്യങ്ങളെക്കുറിച്ചിട്ട് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ റിയയ്ക്ക് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ആ ലൈറ്റിങ് കറക്റ്റായിട്ട് ഇത് നമുക്ക് ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റി. അതിൻ്റെ മൂഡെല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഒരു റിസോർട്ടിൻ്റെ പോലത്തെ ഫീലുണ്ട്. ഞങ്ങളുടെ കസിൻസൊക്കെ വരുമ്പോൾ എല്ലാവർക്കും ഞങ്ങൾ ഫോട്ടോസ് ഷെയർ ചെയ്യുമ്പോഴൊക്കെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ വീട്. അതുപോലെ തന്നെ കോർട്ട്യാർഡ് ഞങ്ങൾ വളരെയധികം ആഗ്രഹിച്ചു വെച്ച ഒരു സംഭവമാണ് കോർട്ട്യാർഡ്. ഒരു ബുദ്ധനെ വയ്ക്കണമെന്ന് വിചാരിച്ചു. അതിൻ്റെ പുറകെ ഓടിയതിന് കുറേ കഥകളുണ്ട്. അപ്പോൾ എന്തായാലും അതെല്ലാം കറക്റ്റ് എവിടെ പ്ലേസ് ചെയ്യണം, അതിനെങ്ങനെ വേണം, അതിൻ്റെ ടെക്സ്ചർ എങ്ങനെ വേണം, ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരുന്നു. എങ്കിലും അത് റിയയായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ റിയയ്ക്കും ആ ഒരു വൈബ് മനസ്സിലായി. റിയ അതനുസരിച്ച് ഞങ്ങൾക്കത് വളരെയധികം നമ്മുടെ ഉള്ള സ്ഥലത്ത് നന്നായിട്ടത് അതിനകത്ത് ഉൾപ്പെടുത്തി തന്നു. ഈ ഒരു ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസും ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു പാർട്ടിഷൻ ചെയ്തിട്ടുണ്ട്. അത് മെറ്റലിൻ്റെയും പ്ലൈവുഡിൻ്റെയും ഒരു രീതിയിലൊരു വുഡും ബ്ലാക്കും കോമ്പിനേഷനിലാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം കണ്ട പാർട്ടീഷൻ്റെ അതേ കോമ്പിനേഷൻ തന്നെയാണ് നമ്മൾ ഈ ഒരു പാർട്ടീഷനും ആ ഒരു ഡിസൈൻ കണ്ടിന്യൂ ചെയ്തേക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ ഭാഗമായി തന്നെ നമ്മൾ പൂജാ സ്പേസിൻ്റെ തൊട്ട് ചേർന്ന് കാണുന്നത് താഴത്തെ ബെഡ്റൂമാണ്. അത് താഴെയുള്ള ആകെയുള്ളൊരു ബെഡ്റൂമാണ്. ഡൈനിങ് സ്പേസിനോട് ചേർന്ന് തന്നെ നമ്മൾ ഓപ്പൺ കിച്ചണാണ് കാണുന്നത്. ഈ ഒരു ഓപ്പൺ കിച്ചണും ഡൈനിങ് സ്പേസും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു ചെറിയ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ എന്ന് തോന്നുന്ന രീതിയിലാണ് ഈ ഒരു പാർട്ടീഷൻ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
കിച്ചൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഈ വീടിനെ കണ്ട ആ ഒരു ന്യൂഡ് കളേഴ്സിന് മാറി നമ്മളൊരു ബ്ലൂ ആൻഡ് വൈറ്റ് ആൻഡ് ഗ്രേ തീമിലാണ് ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് ഓപ്പൺ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ കിച്ചൺ കാണുമ്പോൾ തന്നെ ഒരു പ്ലസൻറ്റ് ലുക്ക് നമുക്ക് കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്ലാബിനാണെങ്കിലും വൈറ്റ് സ്ലാബാണ് തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ കിച്ചൺ ഒരു കൺജസ്റ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഇരുണ്ട ഒരു കിച്ചണായിട്ട് ഫീൽ ചെയ്യാത്ത രീതിയിലാണ് ഈ ഒരു സ്പേസ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം സ്റ്റീൽ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അത് മോഡുലർ കിച്ചൺ പോലെ നമ്മൾ റെഡിമെയ്ഡായിട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യുന്നതാണ്. അത് കസ്റ്റമൈസബിൾ ആണ്. നമ്മുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് കിട്ടാവുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റീൽ ക്യാബിനറ്റ്സ് എല്ലാം ചെയ്തിരിക്കുന്നത്. കിച്ചണിനോട് ചേർന്ന് തന്നെ നമുക്കൊരു ചെറിയൊരു വർക്കിംഗ് കിച്ചണുണ്ട്. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു എക്സിറ്റ് ഡോറും ഉണ്ട്. ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിന്നും നോക്കാവുന്ന രീതിയിൽ, അതായത് സ്റ്റെയർ കേസിനോട് തൊട്ട് ചേർന്ന് തന്നെ അതിൻ്റെ താഴ്ഭാഗം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഒരു വാഷ് കൗണ്ടർ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. കിച്ചൻ്റെ ഡാഡോ ടൈൽസിന് യൂസ് ചെയ്തിരിക്കുന്ന അതേ ടൈലുകൾ തന്നെയാണ് നമ്മൾ ഈ ഒരു ബ്ലൂ കളർ എലമെൻറ്റ് ഈ ഒരു സ്പേസിലേക്കും കൂടി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ സ്റ്റെയർ കേസിൻ്റെ ആ ലാൻഡിങ് സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു സ്പേസ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ താഴ്ഭാഗം ഒരു സ്റ്റോർ റൂമായിട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസിനെ പറ്റി പറയുവാണെങ്കിൽ നമ്മൾ മെറ്റൽ ആൻഡ് വുഡ് കോമ്പിനേഷനിലാണ് ഈ ഒരു സ്റ്റെയർ കേസ് ചെയ്തേക്കുന്നത്. GI ഫ്രെയിമിലാണ് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ നമ്മൾ ടീക്കൂഡാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഹാൻഡ് റെയിലിൻ്റെ ഭാഗമായിട്ടും നമ്മൾ വുഡിൻ്റെ ഒരു എലമെൻറ്റും നൽകിയിട്ടുണ്ട്. സ്റ്റെയർ കേസ് ഒരു ഇടുങ്ങിയ സ്പേസ് ആയിട്ട് തോന്നുന്നതിന് പകരം നമുക്ക് കുറച്ചുകൂടി വിശാലത തോന്നാനായിട്ട് ഒരുപാട് ലൈറ്റിനുള്ള പ്രൊവിഷൻസ്, അതായത് നാച്ചുറൽ ലൈറ്റിനുള്ള പ്രൊവിഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കേസിനോട് ചേർന്ന് തന്നെ നമ്മൾ കോർട്ട്യാർഡിൽ നിന്ന് ഫേസ് ചെയ്യുന്ന ഒരു വിൻഡോ നമുക്ക് കാണാം. പിന്നെ തുടർച്ചയായിട്ട് നമ്മൾ കയറി പോകുമ്പോൾ നമുക്ക് ഗ്ലാസ് ബ്ലോക്സ് വെച്ചുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഒരു ലൈറ്റിൻ്റെ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല മുകളിലൊരു സ്ലിറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സ്കൈ ലൈറ്റിനുള്ള പ്രൊവിഷനും അവിടെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ധാരാളം നാച്ചുറൽ ലൈറ്റാണ് ഈ ഒരു സ്പേസിലേക്ക് കടന്നു വരുന്നത്. ഞാൻ ഈ നിൽക്കുന്ന ഈ ഒരു സ്പേസാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഈ വീടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ സ്പേസുകളിൽ നിന്ന് നോക്കിയാലും ഈ ഒരു സ്പേസ്, അതായത് ഈ ഒരു കോർട്ട്യാർഡ് നമുക്ക് കാണാൻ പറ്റും. അതായത് ലിവിങ് ഏരിയയിൽ നിന്നാണെങ്കിലും ഡൈനിങ് ഏരിയയിൽ നിന്നാണെങ്കിലും അതിപ്പോൾ കിച്ചണിൽ നിന്നാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു സ്പേസിനെ നമുക്ക് കാണാൻ പറ്റും. ഡൈനിങ് ഏരിയയിൽ നിന്ന് വലിയൊരു ഗ്ലാസ് സ്ലൈഡിംഗ് ഡോറ് കൊടുത്തിട്ടാണ് ഈ ഒരു സ്പേസിലേക്ക് നമ്മൾ ഇറങ്ങുന്നത്. ഈ ഒരു സ്പേസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് നാച്ചുറൽ ലൈറ്റ് എല്ലാ സ്പേസിലേക്കും നൽകുന്നുണ്ട്. മാത്രമല്ല സെക്യൂരിറ്റി കൺസേൺ ഇല്ലാത്ത രീതിയിലാണ് ഈ ഒരു സ്പേസ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ പുറകിൽ കാണുന്ന ഭിത്തി നമ്മളൊരു ഹാഫ് വോൾ എക്സ്പോസ് ബ്രിക്ക് വാൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ നമ്മൾ GI ഫ്രെയിം കൊടുത്തിട്ട് ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല മുകൾ ഭാഗത്തും നമ്മൾ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു സെക്യൂരിറ്റി ഇഷ്യൂ ഈ ഒരു സ്പേസിലിരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ സമയവും നമുക്ക് ഈ ഒരു വാതിൽ തുറന്നിട്ടാണെങ്കിലും നമുക്ക് വീടിനകത്ത് സ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സ്പേസിനെ കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട്, ആ ഒരു ഫീല് കൊണ്ടുവരാനായിട്ട് നമ്മൾ ഈ ഭാഗത്തായിട്ട്, അതായത് ഡൈനിങ് റൂമിൽ നിന്നും ഒക്കെ കാണുന്ന രീതിയിൽ ഒരു ബുദ്ധൻ്റെ സ്റ്റാച്ചു ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റേതായ ലൈറ്റിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രീനറി ഈ ഒരു വീടിൻ്റെ സ്പേസിൻ്റെ ഭാഗമായി നിൽക്കുന്ന രീതിയിൽ ഗ്രീനറി നമ്മൾ ഒരുപാട് നൽകിയിട്ടുണ്ട്. സ്റ്റെയർ കേസ് നേരെ ലീഡ് ചെയ്യുന്നത് മുകളിലേക്കുള്ള നമ്മൾ യൂഷ്വലി കാണുന്ന പോലെ ഒരു അപ്പർ ലിവിങ് ഏരിയയിലേക്ക് തന്നെയാണ്. ഒരു അപ്പർ ലിവിങ് ഏരിയൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു കയറി വരുമ്പോൾ തന്നെ കാണുന്ന ആ വാളാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അതൊരു ഫാമിലി ഫോട്ടോ വാളായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഫേർണിച്ചേഴ്സ് വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു സ്പേസ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരു ഭാഗത്തായിട്ട് നമ്മൾ ചെയർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ട് കാണുന്ന വലിയൊരു വിൻഡോ നമുക്ക് താഴെയുള്ള കോർട്ട്യാർഡിലേക്കുള്ളൊരു വ്യൂ കൂടി നൽകുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്ക് ഒരു സിംഗിൾ കോട്ട് പോലെയുള്ള ദിവാൻ കം ഒരു സിംഗിൾ കോട്ട് പോലെ യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഒരു സ്പേസ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ലിവിങ് ഏരിയയുടെ ഈ അപ്പർ ലിവിങ് ഏരിയയുടെ ഭാഗമായി തന്നെ നമ്മളൊരു സ്റ്റഡി ഏരിയയും ഈ ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്പേസിൽ നിന്ന് തന്നെയാണ് ബാക്കി എല്ലാ സ്പേസുകളിലേക്കുമുള്ള ഒരു ട്രാൻസിഷൻ നടക്കുന്നത്. ഒരു ഭാഗത്തായിട്ട് നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് പോലുള്ള ടെറസ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഒരു ചെറിയ ഫോയർ സ്പേസ് പോലെയുണ്ട്. അവിടെ നിന്നാണ് ബാക്കി 2 ബെഡ്റൂമിലേക്കുള്ള എൻട്രി.
അതിൻ്റെ ഭാഗമായി തന്നെ ആ ഫോയർ സ്പേസിൽ തന്നെയാണ് മുകളിൽ നമ്മൾ എലിവേഷൻ്റെ ഭാഗമായി കാണുന്ന ആ ടെറസിലേക്കുള്ള എക്സിറ്റ് ഡോറും നമ്മൾ കാണുന്നത്. ഈ ഒരു ഫോയർ സ്പേസിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അയണിങ്ങിനുള്ള സ്പേസും കൂടി സെറ്റ് ചെയ്തിട്ടുള്ളത്. മുകളിലത്തെ നിലയിലായിട്ടാണ് നമ്മുടെ ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം പ്ലാൻ ചെയ്തിരിക്കുന്നത്. താഴത്തെ ലിവിംഗ് റൂമിൻ്റെ നേരെ മുകളിലായിട്ടാണ് ഈ ബെഡ്റൂം പ്ലാൻ ചെയ്തേക്കുന്നത്. വളരെ കോമ്പാക്റ്റും അതേസമയം ഫങ്ഷണൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ബെഡ്റൂമിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു വാൾ, അതായത് എല്ലാ ബെഡ്റൂമിലെ പോലെ തന്നെ ഈ ഒരു വാൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നേരെ നമ്മൾ ഈ ബെഡിനോട് നേരെ ഫേസ് ചെയ്യുന്നത് ഒരു ഫങ്ഷണൽ ആയിട്ടുള്ളൊരു ക്യാബിനറ്റ്, സ്റ്റോറേജ് കം നമുക്ക് സ്റ്റഡി ടേബിളുണ്ട്, TV യൂണിറ്റ് ഉണ്ട്. ഇതെല്ലാം വരുന്ന രീതിയിലൊരു ക്യാബിനറ്റാണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്തേക്കുന്നത്. ബെഡ്റൂമിൻ്റെ ഭാഗമായി നമുക്കൊരു വലിയ വിൻഡോ ഉണ്ട്. ആ വിൻഡോയിൽ നിന്ന് നമുക്ക് നേരെ താഴെയുള്ള പോർച്ചിലേക്കും ഗേറ്റിലേക്കുമുള്ള ഒരു വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ബെഡ്റൂമിൻ്റെ ഭാഗമായി തന്നെ നമുക്കൊരു നല്ലൊരു ഡ്രസ്സിങ് സ്പേസ് ഉണ്ട്. മാത്രമല്ല നല്ലൊരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും ഈ ഒരു ബെഡ്റൂമിൻ്റെ ഭാഗമായി തന്നെ ഉണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ എന്തായാലും കൊടുക്കണം. മാത്രമല്ല ഞങ്ങളുടെ ഈ ഒരു ചാനൽ ഇനിയും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ എന്തായാലും വേണം. നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മറ്റുള്ളവർക്ക് മാക്സിമം ഈ ഒരു വീഡിയോ മറ്റുള്ളവരേക്ക് എത്തിക്കാൻ നോക്കണം. അതുവരയ്ക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ. For more architecture content, please like, share and subscribe to our YouTube channel Unlimited Tales. Also, follow us on Instagram and Facebook for more updates.